എനിക്ക് സന്ധ്യയോട് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരു നിമിഷം ഞാൻ ഇവര് പറഞ്ഞതിനെ ഞാനൊന്ന് കൗണ്ടർ ചെയ്തോട്ടെ. ഈ രണ്ട് മുന്നണികളും ഇപ്പോഴും കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വികസനത്തിന്റെ കാര്യമാണ്. കഴിഞ്ഞ 50 വർഷക്കാലം കേരളത്തെ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഇടത് വലത് മുന്നണികൾ ഇപ്പോഴും കുടിവെള്ളം തരാമെന്ന് പറഞ്ഞ് വോട്ട് തട്ടുന്നത് ആരെ പറ്റിക്കാൻ വേണ്ടിയാണ്? ഇത് കുടിവെള്ളം എന്ന് പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പെർസിസ്റ്റന്റ് പ്രോബ്ലമാണ്. ഇതാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു 50 വർഷം മുമ്പ് കേരളത്തിലെ പുഴകളെല്ലാം നമ്മൾ ജലം വേണ്ടവോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പുഴകളുടെ സ്ഥിതി, ഭാരതപ്പുഴയുടെ സ്ഥിതി, പെരിയാറിന്റെ സ്ഥിതി. ഞാൻ എന്റെ പോയിന്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ച 60 വർഷമായിട്ടും വൈപ്പിൻ ദ്വീപിലേക്ക് കുടിവെള്ളം കൊടുക്കാൻ സാധിക്കാത്ത ഗവൺമെന്റുകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഭാരതപ്പുഴയുടെ സ്ഥിതിയൊക്കെ റിവ പറഞ്ഞു. ഇതിനാരാ ഉത്തരവാദി? ഈ കേരളം ഭരിച്ചവര് തന്നെയല്ലേ? നിങ്ങൾ രണ്ടു കൂട്ടരും തന്നെയല്ലേ ഇത്രയും കാലം കേരളം ഭരിച്ചിട്ടുള്ളത്? ഭാരതപ്പുഴ ഇപ്പോൾ സ്ഥിതി കാരണം ഒരിക്കലും സർക്കാരുകളല്ല. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ മലമ്പുഴ പോലുള്ള ഡാമുകൾ സൃഷ്ടിച്ച് ജലസേനത്തിന് വേണ്ടി വെള്ളം തിരിച്ചോട്ടാണ് ഭാരതപ്പുഴ പോലുള്ള നദികളുടെ നാശത്തിന് കാരണമായത്. ഞാൻ ഭാരതപ്പുഴയുടെ വളരെ അടുത്തു നിന്നാണ് സംസാരിക്കുന്നത്. താങ്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ CPM-ൽ ഗ്രൂപ്പ് വഴക്കുണ്ടാകാൻ കാരണം ഈ ഭാരതപ്പുഴയാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. ഭാരതപ്പുഴ ദിവസവും എടുത്തുകൊണ്ടുപോകുന്ന ലോഡ് കണക്കിന് മണലിന്റെ വിഹിതം ഏത് ഗ്രൂപ്പ് ലോഡ് അർത്ഥമാണ്. ഭാരതപ്പുഴയിൽ നിന്ന് മണലെടുക്കുന്നുണ്ടാണോ ഭാരതപ്പുഴ പറ്റി വളരുന്നത്? തീർച്ചയായും ഭാരതപ്പുഴയുടെ പക്ഷെ നമ്മളിപ്പോ സംസാരിക്കുന്ന അതിനെ പറ്റിയല്ല. ഞാൻ എന്റെ ചാൻസ് ഒന്നുകൂടെ ക്ലിയർ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു പിന്നെ സന്ധി പറയുകയുണ്ടായി ഭാരതത്തിലെ ഓരോ മുസ്ലിമിന്റെയും അനുവാദം മേടിച്ചതിന് ശേഷം മാത്രമേ രാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഓരോ ഭാരതീയന്റെയും പിന്നെ അവകാശമാണ്, അല്ലെങ്കിൽ ഓരോ ഭാരതീയന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞു. ഭാരതീയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു എന്ന് പറയുന്നത് ഭാരതീയൻ, എല്ലാ ഭാരതീയരും ഹിന്ദുക്കളാണ് എന്നുള്ളൊരു കൺസെപ്ഷൻ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തൊട്ട് അയൽരാജ്യമായ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. തൊട്ട് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ സംഭവിച്ചത് അവിടെ 1949-ലോ 50-ലോ മറ്റാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് തോന്നുന്നു. അവിടെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവിടെ അതൊരു സോഷ്യലിസ്റ്റ് വ്യക്തിയുടെ രാജ്യമായിരുന്നു. മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ആ ഭരിച്ചിരുന്ന വ്യവസ്ഥിതിയിൽ ഒരു സോഷ്യലിസ്റ്റ് വ്യക്തിയാണ് അവിടെ ഭരിച്ചിരുന്നത്. നെഹ്റുവിന്റെ, അതായത് ഇന്ത്യയുടെയും റഷ്യയുടെയും ഏറ്റവും നല്ല ഒരു സുഹൃത്തായിരുന്നു ബംഗ്ലാദേശ്. പക്ഷേ മുജീബുർ റഹ്മാന്റെ വധത്തോടു കൂടി അവിടെ കാര്യങ്ങൾ തകിടം മറിയുകയും മുസ്ലിം മതമൗലികവാദികൾ, അതായത് അവിടെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മൈത്രിയോട് കഴിഞ്ഞ രാജ്യത്ത് മുസ്ലിം മതമൗലികവാദികൾ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുകയും തദ്വാര അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ അതർ കമ്മ്യൂണിറ്റീസിനെ എല്ലാം ഇന്ത്യയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അവരുടെ സ്വത്തുവകകൾ, അവർ കഷ്ടപ്പെട്ടതിന്റെ സ്വത്തുവകകളെല്ലാം പിടിച്ചെടുത്ത് അവരെ നാടുകടത്തുകയും ചെയ്തു. ഈ സമാനമായ സ്ഥിതിവിശേഷമാണ് നിങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കാൻ നോക്കുന്നത്. ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് പറയുന്നതിലൂടെ ഇന്ത്യയിൽ ഇപ്പോൾ ജീവിക്കുന്ന മുസ്ലിങ്ങളെ ഇവിടുന്ന്, അതായത് ഒരുപക്ഷെ പാകിസ്ഥാനെക്കാട്ടിയും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നു. താങ്കൾ പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ്. ഭാരതത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങളും അവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്ക് ഈ രാജ്യത്ത് ഹിന്ദുക്കളുടേതുപോലെ തന്നെ തുല്യമായ അവകാശമുണ്ടെന്ന് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നു. സന്ദീപ്, അതായത് ഇവർ രാമജന്മഭൂമി സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിൽ ഒരു കാലത്ത് 88 സീറ്റിൽ 80 സീറ്റും കിട്ടിക്കുന്ന BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ എത്ര സീറ്റാണ്? ഒരു വിരലിലുണ്ടാവുന്ന സീറ്റ് മാത്രമല്ലേ ഉള്ളൂ സന്ദീപ്? തീർച്ചയായും ഉത്തർപ്രദേശിലെ കാര്യത്തിൽ സംഭവിച്ചത് അവിടെ ദേശീയമായ കാഴ്ചപ്പാട് വിട്ട് ജാതി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതമായ കാഴ്ചപ്പാടുകളിലേക്ക് ജനങ്ങളെ വേർതിരിച്ചു കൊണ്ടുപോകുന്ന ചില പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ BJP ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഞങ്ങൾ ദേശീയ കാഴ്ചപ്പാടുകൂടിയാണ് ഭരിക്കുന്നത്. ഞങ്ങൾ ദേശീയ കാഴ്ചപ്പാടുകൂടിയുള്ള രാഷ്ട്രീയമാണ് ജനങ്ങൾ മുൻവെക്കുന്നത്. ഉത്തർപ്രദേശിൽ സംഭവിച്ചത് ജാതി രാഷ്ട്രീയത്തിന്റെ ചില ഘടകങ്ങൾ അവിടെ വന്നു. തീർച്ചയായും ഇതിനെയെല്ലാം മാറ്റി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉത്തർപ്രദേശ് അടക്കമുള്ള എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗോപകുമാർ പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്ക് തുല്യമാണ്. അന്ന് കിഴക്കൻ പാകിസ്ഥാനായിരുന്നു. അത് 47 തന്നെയാണ്.
ശ്രീ മുജീബുർ റഹ്മാൻ 77 ആഗസ്റ്റ് 15 തന്നെ ഒരേ ദിവസം സ്വാതന്ത്ര്യം ലഭിച്ചതാണ് പാകിസ്ഥാൻ. ബംഗ്ലാദേശ് രൂപീകരിക്കുന്നത് 71 വിമോചന സമരത്തിൽ തുടർന്നാണ് ഇന്ത്യൻ സൈന്യം അവിടെ. എന്റെ പിതാവുമായി യുദ്ധത്തിൽ പങ്കെടുത്തയാളാണ്. ഞാൻ പറയട്ടെ, ബംഗ്ലാദേശിൽ ഇപ്പോഴും ഹിന്ദുത്വം താമസിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ചില ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഭീകര അല്ലെങ്കിൽ മത തീവ്രവാദ സംഘടനകൾ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള രൂപത്തോടാണ് ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ CPM സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് UDF-നകത്താണ്. ഈ ഇലക്ഷൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ചില മണ്ഡലങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ഇടതുപക്ഷത്തിനകത്ത് മുന്നിൽ BJP പരസ്പരം വർഗീയതയുടെ കാര്യം ചർച്ച ചെയ്യുന്നു. ഒരു കാര്യം എനിക്ക് ക്യാപ്റ്റൻ റിവാഫിൽ കൂടി ചോദിക്കാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ 420 സീറ്റ് വരെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ ഇന്ന് 140 സീറ്റ് അല്ലെങ്കിൽ 150 സീറ്റ് ആ ലെവലിലോട്ട് മാത്രം ചുരുക്കപ്പെടുന്നു. ഈ പറയുന്ന വർഗീയ കാർഡ് കളിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വളരെ തന്ത്രപരമായ ഒരു കളികൾ കളിച്ചിട്ടില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരേ ഒരു പാർട്ടി മാത്രമേ എല്ലാ മതങ്ങളിലും ജാതികളിലും പെട്ടവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതൊരു വാസ്തവമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിന്ദുക്കൾ, എല്ലാവിധ ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു മഹാപാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറും ഒരു രാഷ്ട്രീയ കക്ഷിയല്ല, ഇതൊരു മൂവ്മെന്റ് ആണ് എന്ന് പറയുവാൻ ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഇന്ത്യയുടെ വികസന ഇത് മറ്റു കക്ഷികൾ ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും കളിക്കുമ്പോൾ ഞങ്ങൾക്ക് വലുത് വികസന രാഷ്ട്രീയമാണ്. അതെങ്ങനെ ശരിയാവും? സിഖ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് നിങ്ങളുടെ തന്നെ നേതാക്കന്മാരാണ്. ജഗദീഷ് ടൈറ്റലും സഞ്ജിത് കുമാറിനും പോലുള്ള ആൾക്കാർ നിങ്ങളുടെ നേതാക്കന്മാരായിരുന്നു. സിഖ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്തു എന്ന പേരിൽ ദൃക്സാക്ഷി ഉണ്ടായിരുന്നു നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ. അവരിപ്പോഴും കോൺഗ്രസിന്റെ തലപ്പത്തുണ്ട്. അവർ ഇത്രയും നാൾ ഇലക്ഷൻ മത്സരിക്കുകയും ചെയ്തു. ഇപ്പൊ രാഷ്ട്രീയ സ്വാധീനം CBI അവരെ കുറ്റവും കുറ്റരാക്കുകയും ചെയ്തു. ഈ അടുത്ത കാല പത്രത്തിൽ വായിച്ചല്ലേ? അപ്പൊ അവിടെയൊന്നും പിന്നെ INCക്ക് മതപരമായ ഇതില്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ ആന്റണി മിനിസ്റ്ററില് പിന്നെ ക്രിസ്ത്യാനികൾക്ക് 5, നായന്മാർക്ക് 5, പിന്നോക്കജാതിക്കാർക്ക് 5, മുസ്ലിങ്ങൾക്ക് 5 എന്ന് പറയുന്ന ഒരു അനുപാതത്തിൽ വോട്ട് പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനെങ്ങനെ പറയാൻ കഴിയും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നായന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഈ പറയുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരും. ഞങ്ങൾ കൂടി നേരത്തെ പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ്. 1991 ശ്രീ രാജീവ് ഗാന്ധി തന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങിയത് അയോധ്യയിൽ നിന്നായിരുന്നു. അദ്ദേഹം വന്ന് വെച്ച വാഗ്ദാനം രാമരാജ്യമായിരുന്നു. ഇതൊരു വ്യക്തി നിഷേധിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഗോപകുമാർ, ഒരു സെക്കൻഡ്. ഡൽഹിയിലെ സിഖ് വിരുദ്ധ കലാപം, ഇതിന്റെ സ്ഥാപകർക്ക് കോൺഗ്രസ് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. 3, കേരളത്തിൽ മതവർഗീയ കക്ഷികളുമായി കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം. മുസ്ലിം ലീഗിനെ, ഇന്ത്യ വിഭജിച്ച മുസ്ലിം ലീഗിന് കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം കൊടുത്തത് കോൺഗ്രസ് അല്ലേ? ഞാൻ പറയുന്ന കേട്ട്, ഇന്ത്യ വിഭജിച്ച മുസ്ലിം ലീഗിനെ പാകിസ്ഥാനിൽ ചെന്ന് അവരെ പുകഴ്ത്തിയത് BJP ആണ്. BJP നേതാവ് ലാൽകൃഷ്ണ അദ്വാനിയാണ്. അദ്ദേഹം ദേശീയ അസംബ്ലിയിൽ ഭിന്ന ചെയ്ത ഒരു പ്രസംഗം വോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തീവ്രവാദത്തിന്റെ വിത്ത് പാകിയ മുഹമ്മദ് അലി ജിന്നയെ സെക്യുലർ എന്ന് വിളിച്ച് പുകഴ്ത്തിയത് ലാൽകൃഷ്ണ അദ്വാനിയാണ്. മാത്രമല്ല കോൺഗ്രസ് പാകിസ്ഥാൻ മുസ്ലിം ലീഗുമായിട്ടല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ടാണ് സഖ്യമുണ്ടാക്കിയത്. പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഒരു ചത്ത കുതിര എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. 2, അദ്വാനിയെ കുറിച്ച് പറഞ്ഞ് അതിനെക്കുറിച്ച് എനിക്ക് പറയണം. അദ്വാനി പാകിസ്ഥാനിൽ ചെന്ന് ജിന്ന ദേശീയ അസംബ്ലിയിൽ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ കോട്ട് ചെയ്യുക
മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അത് ന്യായീകരിക്കാൻ വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് മാത്രമാണ്. ജില്ലയെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ ആ പ്രസംഗം? ആ രാജ്യത്തിനെ അനുസ്മരിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ രാജ്യത്ത് ചെന്ന് ജില്ലയെ അനുസ്മരിച്ച് ആ രാജ്യത്തിലെ രാഷ്ട്രപിതാവിനെ അനുസ്മരിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗത്തിന് കോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ ഭിന്ന പറഞ്ഞു വെച്ചത്. ഗോപകുമാർ എന്തുകൊണ്ടാണെങ്കിൽ ബി ജെ പിയിലെ നേതാക്കന്മാർ ലാൽകൃഷ്ണ അദ്വാനിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി? എന്തുകൊണ്ട് RSS അദ്ദേഹത്തിന്റെ രാജിക്ക് വേണ്ടി മുറിവിളിക്കൂട്ടി? തീർച്ചയായിട്ടും അല്ല, അദ്വാനിജി സ്വയം രാജിവെച്ച് മാറി നിൽക്കുകയാണ്. വലിയ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹം ആ പ്രസ്താവന